ഏകദേശം 1,70,000 ടൺ മുനിസിപ്പൽ വേസ്റ്റ് ഇന്ത്യ ഒരു ദിവസം ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വേസ്റ്റുകളെല്ലാം ഗവൺമെന്റ് സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്? ഈ ഒരു വേസ്റ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്ന 3 കമ്പനികളെ പറ്റിയാണ്. ഒന്നാമതായിട്ട് ഈ വേസ്റ്റിന്റെ ഒരു പൈനിയർ ആണ് എക്കോ റീസൈക്ലിംഗ് അല്ലെങ്കിൽ എക്കോറെക്കോ. വാട്ടർ ഗാർഡിയൻ, ബിഎടെക്, വാബാക്. വേസ്റ്റ് ഡൈവേഴ്സിഫൈഡ് റീസൈക്ലർ, ഗ്രാവിറ്റ ഇന്ത്യ. വേസ്റ്റ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മൂക്കുപൊത്തുന്ന അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ് നമ്മളെല്ലാവരും. എന്നിരുന്നാലും ഓരോ ദിവസവും ഇന്ത്യയിൽ ഒരു മലയോളം വേസ്റ്റ് നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 1,70,000 ടൺ മുനിസിപ്പൽ വേസ്റ്റ് ഇന്ത്യ ഒരു ദിവസം ഉണ്ടാക്കുന്നു എന്നതാണ് ഒരു ആവറേജ് കണക്ക്. അപ്പോൾ ഒരു വർഷം ഇത് ഏതാണ്ട് 62 ദശലക്ഷം ടണ്ണിലധികം വരും. അപ്പോൾ എങ്ങനെയാണ് ഈ വേസ്റ്റുകളെല്ലാം ഗവൺമെന്റ് സംസ്കരിക്കുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്? വളരെ വലിയ ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം അങ്ങനെ ആരും തരില്ല. കാരണം ഇത് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് മുന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാം. ഒരു വർഷം 62 ദശലക്ഷം ടണ്ണിലധികം വരുന്ന വേസ്റ്റുകളും ഈ വേസ്റ്റുകളും എല്ലാം കൂടി നിറഞ്ഞു കവിഞ്ഞ ലാൻഡ് ഫില്ലുകളിലാണ് ഇവയൊക്കെ അവസാനിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഭൂമിക്കും വെള്ളത്തിനും നമുക്കൊക്കെയും നിരന്തരമായിട്ടുള്ള ഭീഷണി തരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്കുള്ളിൽ നിന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തവും വളരെ വേഗത്തിൽ വളരുന്നതുമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു വേസ്റ്റിൽ നിന്ന് സ്വർണം കണ്ടെത്തുന്ന 3 കമ്പനികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമുക്ക് മുന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വിപ്ലവത്തിന്റെ കഥയാണ്. 2023 $22 ബില്യൺ മൂല്യമുണ്ടായിരുന്നതും 2030 $54 ബില്യൺ അമ്പരപ്പിക്കുന്ന മൂല്യത്തിലെത്തുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ടറിലേക്കാണ് നമ്മൾ ഇറങ്ങിയെത്തുന്നത്, വേസ്റ്റ് മാനേജ്മെന്റ്. ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന ഒരു പ്രശ്നത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. നമ്മുടെ നഗരങ്ങൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ മാലിന്യവും വർദ്ധിക്കുകയാണ്. 2030 നഗരങ്ങളിലെ ആ ഒരു മുനിസിപ്പൽ വേസ്റ്റ് മാത്രം പ്രതിവർഷം 165 ദശലക്ഷം ടണ്ണായിട്ട് ഉയർന്നേക്കും എന്നുള്ള ഒരു പ്രൊജക്ഷനുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ലോകത്തിലെമ്പാടും മൊത്തത്തിൽ താറുമാറായി കിടക്കുകയാണ്. 2016 കണക്കനുസരിച്ച് നമ്മൾ ഉത്പാദിക്കുന്ന വേസ്റ്റിന്റെ 20% താഴെ മാത്രമാണ് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ബാക്കിയുള്ളവ വളരെ വലിയ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാനേജ്മെന്റ് ഇല്ലാത്ത ഒരു വലിയ ഇമ്പാക്ട് നമുക്ക് എല്ലാവർക്കും മുന്നിലുണ്ട്. അടിസ്ഥാനപരമായിട്ട് പ്രശ്നം ലളിതമായിട്ടുള്ള ഒരു എക്കണോമിക്സ് ആയിരുന്നു. ഒരുപാട് കാലം ഒരു കമ്പനിക്ക് റീസൈക്കിൾ ചെയ്ത മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പുതിയ വെർജിൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതാണ് ചിലവ് കുറവ് എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു റീസൈക്ലിംഗ് നടക്കുന്നില്ല, ഒരു സിസ്റ്റം അതിനായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് വേസ്റ്റിന്റെ ലോകത്ത് 70% ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്ത ഇൻഫോർമൽ സെക്ടറാണ്. തീർച്ചയായിട്ടും സ്വർണവും വെള്ളിയും പോലെയുള്ള വിലയേറിയ വസ്തുക്കൾ നഷ്ടപ്പെടുത്തുക മാത്രമല്ല വലിയ ആരോഗ്യവും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ ഈ ഒരു കൃത്യമായിട്ടുള്ള ഈ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാത്തതിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോബ്ലം എത്തിയിരിക്കുന്നത് ഒരു പോളിസിയുമായിട്ടാണ്. എന്താണ് ആ പോളിസി? ദ പോളിസി ദാറ്റ് ചേഞ്ച്ഡ് എവറിതിങ്. ഇന്ത്യയുടെ വേസ്റ്റ് ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റിയ ആ പോളിസിക്ക് ലളിതമായിട്ടുള്ള പേരുണ്ട്, എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അഥവാ EPR. അപ്പോൾ ഈ പോളിസിയാണ് ഇൻഡസ്ട്രിയെ മുഴുവൻ തലകീഴായി മറിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഘടകം. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ ആ ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിളിന്റെ അവസാനം എന്ത് സംഭവിക്കുന്നു എന്നതിന് നിയമപരമായും സാമ്പത്തികപരമായിട്ടും ഉത്തരവാദികളാക്കുന്നതാണ് ഈ EPR. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു കാർ നിർമ്മിക്കുന്ന കമ്പനി ആ ഒരു പ്രോഡക്റ്റിന്റെ നിശ്ചിത ശതമാനം തിരിച്ച് ബൈബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കളക്ട് ബാക്ക് ചെയ്യുകയോ ചെയ്ത് അത് കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ ഇപ്പോൾ ബാധ്യസ്ഥരാണ്. ഇവയെല്ലാം ഒരേപോലെയുള്ള നിയമങ്ങളല്ല. പ്ലാസ്റ്റിക്, ഇ വേസ്റ്റ്, ബാറ്ററികൾ, ടയറുകൾ, അങ്ങനെ കൂടാതെ എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെ പലതരത്തിലുള്ള വേസ്റ്റുകൾക്ക് വേറിട്ട രീതികളുണ്ട്. പെട്ടെന്ന് ബ്രാൻഡുകൾക്ക് ഒരു ഉൽപ്പന്നം ഇങ്ങനെ വിറ്റ് കൈ കഴുകാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള റീസൈക്ലിംഗ് ടാർഗറ്റുകൾ അവർ പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഉറപ്പുള്ള ഒരു മാർക്കറ്റ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ റീസൈക്ലിംഗ് ക്രെഡിറ്റുകൾക്ക് പണം നൽകേണ്ടി വരും. ആ പണം നേരിട്ട് വേസ്റ്റ് ശേഖരിക്കാനും റീസൈക്കിൾ ചെയ്യാനും കഴിയുന്ന കമ്പനികളിലേക്ക് ഒഴുകിയെത്തുകയാണ്. EPR ഫലപ്രദമായിട്ട് ഈ മുഴുവൻ സെക്ടർ
സെക്ടറിനും ഒരു ഫണ്ടിംഗ് എഞ്ചിൻ സൃഷ്ടിക്കുകയാണ്. വേസ്റ്റിനെ ഒരു ബാധ്യതയിൽ നിന്ന് വിലയേറിയ ഒരു വലിയ ആസ്തിയായിട്ട് മാറ്റുകയാണ് ഈ ഒരു സെക്ടർ ചെയ്യുന്നത്. അതിവേഗം വളരുന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് മാർക്കറ്റ്. 1.5% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്ടർ ഗവൺമെന്റ് ഒരു നിർബന്ധിത വിപ്ലവമാണ് ഈ ഒരു ബിസിനസ് ഹീറോകളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വരാം. കമ്പനീസ് ടേണിംഗ് ഗാർബേജ് ഇൻടു ഗോൾഡ്. ഏതൊക്കെ കമ്പനികളാണ് ഈ ഒരു പോളിസി മാറ്റം ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? ഈ വലിയ മാറ്റം മുതലെടുക്കുന്ന 3 പ്രധാനപ്പെട്ട കമ്പനികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമതായിട്ട് ഈ വേസ്റ്റിന്റെ ഒരു പൈനിയർ ആണ് എക്കോ റീസൈക്ലിംഗ് അല്ലെങ്കിൽ എക്കോറിക്കോ. ലോകത്തിലെ ഏറ്റവും വലിയ ഇ വേസ്റ്റ് ഉത്പാദകരിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ കണ്ടതുപോലെ അതിൽ ഭൂരിഭാഗവും സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിൽ നഷ്ടപ്പെടുത്തുകയാണ്. ഇക്കോറിക്കോ ഈ ഒരു പ്രശ്നത്തെ നേരിടുന്ന ആദ്യത്തെ ഇൻവെസ്റ്റർമാരിൽ ഒരാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിസ്റ്റഡ് ഇ വേസ്റ്റ് റീസൈക്ലിംഗ് കമ്പനികളിൽ ഒന്നായി ഇവർ 2005 മുതൽ ഒരു ഓർഗനൈസ്ഡ് ബിസിനസ് കെട്ടിപ്പടുക്കുകയാണ്. കളക്ഷൻ, ഡാറ്റ ഡിസ്ട്രക്ഷൻ മുതൽ വിലയേറിയ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുന്ന ഹൈടെക് പ്രോസസ് വരെ മുഴുവൻ പ്രക്രിയയും ഫോർമലൈസ് ചെയ്യുക എന്നതാണ് കമ്പനിയുടെ മോഡൽ. കമ്പനിയുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിലെ വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 90% അധികം വർദ്ധിച്ചു എന്നതും കൂടാതെ അറ്റാദായം 224% ഉയർന്നു എന്നതും വളരെ സുതാര്യവും നിങ്ങൾക്ക് നിയമങ്ങൾ പാലിക്കുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റം നിർമ്മിക്കുന്നതിലൂടെ മുമ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന മൂല്യം എക്കോറിക്കോ പിടിച്ചെടുത്തു എന്ന് നമുക്ക് കാണിച്ചിരിക്കുകയാണ്. എക്കോറിക്കോയുടെ ഒരു ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ സ്റ്റഡി പർപ്പസിനാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് മുന്നിലേക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു വളരുന്ന ഒരു ഏരിയ, വളരുന്ന സെക്ടർ, വളരുന്ന സ്റ്റോക്ക് ആയിട്ട് എക്കോറിക്കയെ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ദ വാട്ടർ ഗാർഡിയൻ ബിഎടെക് വാബാക്. വേസ്റ്റ് എന്നത് ഖരമാലിന്യം മാത്രമല്ല, അത് വെള്ളം കൂടിയാണ്. ബിഎടെക് വാബാക് എന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഒരു ഗ്ലോബൽ ലീഡറാണ്. വെറും മലിനജലം വൃത്തിയാക്കുന്നതിലല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മാലിന്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതിനും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും കൂടിയാണിത്. 25-ലധികം രാജ്യങ്ങളിലായിട്ട് 1500-ലധികം പ്ലാന്റുകളുള്ള ഒരു ടെക്നോളജി പവർ ഹൗസ് ആണ് കമ്പനി. ഈ ഇൻഡസ്ട്രിയിൽ വാബാഗിനെ ഒരു കോട്ടയാക്കി മാറ്റുന്നത് അവരുടെ അവിശ്വസനീയമായിട്ടുള്ള ഓർഡർ ബുക്കാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ കമ്പനി 17,200 കോടി രൂപയുടെ റെക്കോർഡ് ബ്രേക്കിംഗ് ഓർഡർ ബുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും വർഷങ്ങളിലെ വരുമാനം ഇതിലധികം പോകും എന്നുള്ളത് ഉറപ്പാണ്. വലിയ വിസിബിലിറ്റിയും സ്ഥിരതയും നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിക്കുള്ളത്. 2026 സാമ്പത്തിക വർഷത്തിലെ 4ാം പാദത്തിലെ കണക്കനുസരിച്ച് 22%-ലധികം വളർച്ചയും 29%-ലധികം ലാഭ വളർച്ചയും കമ്പനിക്ക് നേടാൻ കഴിഞ്ഞു. നല്ലൊരു ബിസിനസ് ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കമ്പനിയുടെ ഒരു ഫണ്ടമെന്റൽ ഡേറ്റ ഇവിടെ നിങ്ങളുടെ സ്റ്റഡി പർപ്പസിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ചാർട്ടുകളും നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പൊ ഇനി അവസാനമായിട്ട് ദ ഡൈവേഴ്സിഫൈഡ് റീസൈക്ലർ ഗ്രാവിറ്റ ഇന്ത്യ. റീസൈക്ലിംഗിലെ യഥാർത്ഥ പണം വെറും സ്ക്രാപ്പ് ശേഖരിക്കുന്നതിലല്ല, ആ സ്ക്രാപ്പിനെ ഉയർന്ന മൂല്യമുള്ള പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നതിലാണെന്ന് ഗ്രാവിറ്റ തെളിയിക്കുകയാണ്. കമ്പനി വെറുതെ വേസ്റ്റ് ട്രേഡ് ചെയ്യുന്നതല്ല, അവർ ലെഡ്, അലുമിനിയം, പ്ലാസ്റ്റിക്, റബ്ബർ റീസൈക്ലിംഗിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവയെ വളരെ വിലയേറിയിട്ടുള്ള അലോയികളും കോമ്പൗണ്ടുകളും ഒക്കെ മാറ്റി നിർമ്മാതാക്കൾക്ക് തന്നെ തിരികെ നൽകാനും കമ്പനി ശ്രമിക്കുകയാണ്. അപ്പൊ ഈ വാല്യൂ ആഡഡ് സമീപനം വളരെ അവിശ്വസനീയമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സാമ്പത്തിക വർഷത്തിൽ ഗ്രാവിറ്റിയുടെ വളർച്ച അറ്റാദായത്തിൽ 50%-ലധികം വർധനവ് രേഖപ്പെടുത്തി. ലാഭ വളർച്ചയുടെ ശക്തമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡോടെ ഒരു സ്കെയിൽ ചെയ്യാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള കഴിവ് കമ്പനി കാണിച്ചു തരുന്നുണ്ട്. കോപ്പർ, ലിഥിയം അയൺ ബാറ്ററി റീസൈക്ലിംഗ് പോലെയുള്ള ഭാവിയുടെ സെക്ടറുകളിലേക്കുള്ള അവരുടെ നീക്കമാണ് സർക്കുലർ ഇക്കണോമി സ്പേസിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹത്തെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വിളിച്ചോതുന്നത്. തീർച്ചയായിട്ടും ഈ കമ്പനിയുടെ ഈ ഒരു വളർച്ച പ്രധാനമായിട്ടും ലിഥിയം അയൺ ബാറ്ററികളുടെയൊക്കെ റീസൈക്ലിംഗ് പോലെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളിൽ നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഈ കമ്പനി തെളിയിച്ചിരിക്കുകയാണ്. കമ്പനിയുടെ ഫണ്ടമെന്റൽ ഡേറ്റ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ അവരുടെ ടെക്നിക്കൽ ഡേറ്റ കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വമ്പിച്ച അവസരങ്ങൾക്കിടയിലും മുന്നോട്ടുള്ള വഴി അത്ര സുഗമമല്ല, റിസ്കുകളുണ്ട്. അവയെ പറ്റി മനസ്സിലാക്കാം. ദ റിസ്ക് ആൻഡ് റോഡ് അഹെഡ്. ഈ മുഴുവൻ ഇൻഡസ്ട്രിയും പടുത്തുയർത്തിയിരിക്കുന്നത് പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. EPR എൻഫോഴ്സ്മെന്റ് ദുർബലമാവുകയോ അല്ലെങ്കിൽ പഴുതുകൾ അവതരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ ഓർഗനൈസ്ഡ് റീസൈക്ലിംഗിനുള്ള സാമ്പത്തിക പ്രേരണ നിലയ്ക്കാൻ സാധ്യതയുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മറ്റൊരു പ്രധാന തടസ്സമാണ്. ഒരു ദശാബ്ദം മുമ്പ് 20%-ൽ താഴെയായിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ 78%-ലധികം പ്രോസസ് ചെയ്ത് ഇന്ത്യ വലിയൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. സോഴ്സിൽ തന്നെ മാലിന്യം വേർതിരിക്കുന്നത് വളരെ കാര്യക്ഷമവും വ്യാപകമാവുന്ന സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇനിയും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ സോഴ്സിൽ തന്നെ നമുക്ക് ഈ ഒരു മാലിന്യം സംസ്കരിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. അപ്പോ അവസാനമായിട്ട് വലിയ ഇൻഫോർമൽ സെക്ടറിനെ ഒരുമിപ്പിക്കുന്നതിലെ ഒരു വെല്ലുവിളിയുണ്ട്. മില്യൺ കണക്കിന് വേസ്റ്റ് പിക്കേഴ്സ്
ഇന്ത്യയുടെ റീസൈക്ലിംഗ് സിസ്റ്റത്തിന്റെ അദൃശ്യമായിട്ടുള്ള ഒരു നട്ടെല്ല് തന്നെയാണ്. അവരെ ഫോർമൽ ഇക്കണോമിയിലേക്ക് കൊണ്ടുവരിക, ന്യായമായിട്ടുള്ള വേതനവും സുരക്ഷിതമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കുക, ഒരു വലിയ സാമൂഹിക ആവശ്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ കാര്യക്ഷമവും ധാർമ്മികവുമായിട്ടുള്ള ഒരു സർക്കുലർ ഇക്കണോമി കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മളിവിടെ പ്രോസസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വേസ്റ്റ് മാനേജ്മെന്റ് എന്നത് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളെയും വരാനിരിക്കുന്ന മറ്റു പല സ്റ്റോക്കുകളെയും ഇത്തരത്തിൽ തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്താൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ മാലിന്യമല ചെറുതാകുന്നില്ല, എന്നാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വലിയ വ്യാവസായിക പ്രവർത്തനത്തിന്റെ തുടക്കത്തിലാണ്. ഒരു കാലത്ത് ശുചീകരണം പ്രതിസന്ധിയായിട്ട് കണ്ടിരുന്നത് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അവസരങ്ങളിലൊന്നായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. ശക്തമായിട്ടുള്ള സർക്കാർ നയങ്ങളാൽ വളരെ നൂതനമായിട്ടുള്ള കമ്പനികളിൽ നയിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു മുഴുവൻ ഇക്കോസിസ്റ്റം ചവറ്റുകുട്ടയെ നിധിയാക്കി മാറ്റാൻ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ്സേക്കാൾ ഉപരിയാണ് ഒരു സർക്കുലർ ഇക്കണോമിയുടെ ആവിർഭാവമാണ്. നമ്മൾ സാധനങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികൾക്ക് അവിശ്വസനീയമാംവിധം ലാഭകരമായിട്ടുള്ള ഒരു പുതിയ മാതൃക നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും യാത്ര വലുതാണ്, വെല്ലുവിളികൾ യാഥാർത്ഥ്യമാണ്, പക്ഷേ ദിശ വളരെ വ്യക്തമാണ്. 21ാം നൂറ്റാണ്ടിൽ വേസ്റ്റ് എന്നൊന്നില്ലെന്നും തെറ്റായ സ്ഥലത്തിരിക്കുന്ന വിഭവങ്ങൾ മാത്രമേ ഉള്ളൂവെന്നുമാണ് ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ ശരിയായ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ബിസിനസ് തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിലെ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഡസ്ട്രി മറികടക്കേണ്ട ഏറ്റവും വലിയ തടസ്സം എന്താണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് സെക്ടറിൽ എത്രത്തോളം സാധ്യതകൾ തരുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഒരു മേഖലയിലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും കമന്റുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ഞങ്ങളും നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നല്ലൊരു സെക്ടറിനെ പറ്റി പഠിച്ചു, കൂടുതൽ അറിവുകൾ ലഭിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.